പിറ്റേന്ന് രാവിലെ ക്രിസ്റ്റിയാണ് രാവിലെ എഴുന്നേറ്റത്. അപ്പോഴും അവൻ്റെ പുറത്ത് അള്ളിപ്പിടിച്ച് കിടക്കുകയാണ് സേറ. അവൻ ചിരിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. പിന്നെ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു. അവളൊന്ന് ചിണുങ്ങി. അവൻ ഉണർന്നിട്ടും അവൾ ഉണരാതെ സുഖമായിട്ട് ഉറങ്ങുന്നത് കണ്ട് അവനൊരു കുസൃതി തോന്നി. അവൻ അവളുടെ ബനിയൻ്റെ ഇടയിൽ വെച്ചിരുന്ന അവൻ്റെ കയ്യിലെ വിരലുകൾ കൊണ്ട് അവളുടെ നഗ്നമായ ശരീരത്തിലൂടെ വിരലോടിച്ചു. ആ, അവൾ ഉറക്കത്തിൽ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൻ വീണ്ടും അവളുടെ ശരീരത്തിലൂടെ വിരൽ ഓടിച്ചുകൊണ്ടേയിരുന്നു. ഇച്ചായ ഒന്ന് അടങ്ങിയിരിക്ക്, നല്ല സുഖമുണ്ട് ഉറങ്ങാൻ, അവൾ പതിയെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ ഉണർന്നിട്ടും ഉണരാത്തതുപോലെ കിടക്കുകയാണെന്ന് അവന് മനസ്സിലായി. പെട്ടെന്ന് അവൻ അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. ഇപ്പോൾ അവൾ താഴെയും അവൻ മുകളിലുമായി. അവൾ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ? അവൻ നോക്കുന്നത് കണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു. അവൻ അവളെ നോക്കി കുസൃതിയോടെ ഒന്ന് ചിരിച്ചു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്കും നോക്കി. പെട്ടെന്ന് അവൻ താഴേക്കിറങ്ങി. അവളുടെ ബനിയൻ കുറച്ച് പൊക്കി മുകളിലേക്ക് വെച്ചു. അവളത് പിടിച്ച് താഴേക്കിടാൻ ശ്രമിച്ചതും അവൻ അവളുടെ ഇരു കൈകളും പിടിച്ചു വെച്ചു. ഇച്ചായ, അവൾ ദയനീയമായി അവനെ വിളിച്ചതും അവൻ അവളുടെ വയറ്റിൽ മുഖം പൊഴുത്തിയിരുന്നു. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ തലമുടിയിൽ അമർത്തിപ്പിടിച്ചു. ഈ കിടക്കടി. അവൾ കാലുകളിട്ട് പൊക്കുകയും താക്കുകയും ചെയ്യുന്നത് കണ്ട് അവൻ അവളുടെ കാലിൽ പിടിച്ച് കട്ടിലിൽ അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. തെണ്ടി ഇച്ചായ, വിട്. അയ്യോ പപ്പേ, മമ്മി, ഓടിവായോ, ഈ കാപാലികൻ എന്നെ പീഡിപ്പിക്കുന്നേ. അവൻ വിടാൻ വേണ്ടി വലിയ വായിൽ ഒച്ച വയ്ക്കാൻ തുടങ്ങി. അത് കേട്ടതും അവൻ ഞെട്ടി. അവളുടെ വയറ്റിൽ നിന്നും തലയുയർത്തിയിട്ട് അവളുടെ വാ പൊത്തിപ്പിടിച്ചു. എടി പുല്ലെ, മിണ്ടാതിരിക്കടി. അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ എന്തോ മൂളിക്കൊണ്ട് അവനോട് പറയാൻ ശ്രമിച്ചു. എന്താടി കും, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അവൻ കപടദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അവൾ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. പിന്നെ അവൻ അവളുടെ വായിൽ പൊത്തിപ്പിടിച്ചിരുന്ന കൈകളെ ബലമായിട്ട് എടുത്തു മാറ്റി. ഈ പാതാള കൈകൊണ്ട് എന്നെ വാ പൊത്തിപ്പിടിച്ചാ പിന്നെ ഞാനെങ്ങനെയാണ് സംസാരിക്കുന്നത്? അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനാണെങ്കിൽ വല്ലാതെയായി. അങ്ങോട്ട് മാറ് മണ്ടൻ, അവൾ അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്താടി വിളിച്ചത്? അവൻ അവളുടെ നഗ്നമായ ഇടുപ്പിൽ കൈകളമർത്തി ചോദിച്ചു. ആ വിടറാ, ഞാനൊന്നും വിളിച്ചില്ലല്ലോ. ഇസാൻ എന്താ കേട്ടത്? അവൾ അവനെ നോക്കി ഒന്നും അറിയാത്തതുപോലെ നഖം കടിച്ചു. നീ ഒന്നും വിളിച്ചില്ലേ? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളില്ലെന്ന് നിഷ്കളങ്കമായി തല ചലിപ്പിച്ചു. അവൾ പറഞ്ഞത് അവൻ നല്ലതുപോലെ കേട്ടിരുന്നു, എങ്കിലും കേൾക്കാത്തതുപോലെ അവനും നടിച്ചു. അവനൊന്ന് മൂളിക്കൊണ്ട് അവളുടെ മറു സൈഡിലേക്ക് കിടന്നു. അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് എഴുന്നേറ്റു. പിന്നെ ടവലും ഡ്രസ്സും എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി. ഇസാൻ കുളിപ്പിക്കണോ? അവൾ കുളിക്കാൻ പോകുന്നത് കണ്ട് അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ട, തൽക്കാലം ഇച്ചായൻ്റെ സേറ കൊച്ച് തനിയെ കുളിച്ചോളാം. അവൾ അതേ ടോണിൽ തന്നെ അവനെ നോക്കി മറുപടി പറഞ്ഞിട്ട് വാതിൽ അവന് നേരെ കൊട്ടിയടച്ചു. കാന്താരി, അവൻ ചിരിച്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും കട്ടിലിലേക്കിരുന്നു. അവൾ കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങിയതും അവൻ കുളിക്കാൻ കയറിയിരുന്നു. അവൻ കുളിക്കാൻ കയറിയപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. അവൾ തല തുവർത്തിക്കൊണ്ട് ഫോൺ എടുത്ത് നോക്കിയത് മിത്രയായിരുന്നു. അവൾ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. എടി, നിന്റെ വിഷമമൊക്കെ മാറിയോടി? തലേ ദിവസത്തെ കാര്യമോർത്ത് അവൾ സംശയത്തോടെ മിത്രയോട് ചോദിച്ചു. അത് പറയാനടി ഞാൻ നിന്നെ വിളിച്ചത്, മിത്ര സന്തോഷത്തോടെ അവളോട് പറഞ്ഞു. എന്തു പറ്റടി? ഇന്നലെ കരഞ്ഞു കൂവി വിളിച്ചവളല്ലല്ലോ ഇത്. എന്താ ഇന്നത്ര സന്തോഷം? സേറ സംശയത്തോടെ തിരികെ ചോദിച്ചു. എടി, ഇന്നലെ നിന്നെ ഫോൺ ചെയ്ത് വെച്ചില്ലേ, എൻ്റെ പിറകെ ഒരു സംഭവം ഉണ്ടായി. എന്താടി? സേറ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. മിത്ര ഗിരി വന്നതും പുറത്തു പോയതുമായിട്ടുള്ള കാര്യങ്ങൾ അവളോട് പറഞ്ഞു. ശരിക്കും ഗിരിയേട്ടൻ നിന്നെ കാണാൻ വന്നോ? നിന്നെയും കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിച്ചു തന്നോ? അയ്യോ, ഗിരിയേട്ടൻ ഇത്ര റൊമാൻറ്റിക് ആയിരുന്നോ? എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഇവിടെ ഉണ്ടോ ഒരെണ്ണം? സേറ പുച്ഛത്തോടെ അവളോട് പറഞ്ഞു. അതാടി, ശരിക്കും ഞാൻ പോലും കരുതിയില്ല ഗിരിയേട്ടൻ വരുമെന്ന്. അതുമാത്രമാണോ? ഗിരിയേട്ടൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മിത്ര സന്തോഷത്തോടെ പറഞ്ഞു. അത് കേട്ടതും സേറയ്ക്ക് സന്തോഷമായി. കാരണം മിത്ര എത്രത്തോളം ഗിരിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എന്നാലും കള്ളക്കളവൻ, ഇത്രയും പ്രേമം അങ്ങേരുടെ മനസ്സിലുണ്ടായിട്ടാണോ മുമ്പ് ഈ ജാട കാണിച്ചത്? ഇന്ന് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്, സേറ തമാശയോട് അവളോട് പറഞ്ഞു. അയ്യോ എടി, നീ ഒന്നും ചോദിക്കാൻ പോണ്ടാട്ടോ. അപ്പോൾ എൻ്റെ ഉള്ളിലും ഇഷ്ടമുണ്ടെന്ന് ഗിരിയേട്ടന് അറിയില്ലേ? എന്നെ ഇന്നലെ കളിയാക്കിയതിന് ഞാൻ അവസാനം ഒരു ഡോസ് കൊടുത്തിട്ടാ വിട്ടത്. ഇനി ഗിരിയേട്ടന് എൻ്റെ പിറകെ വരട്ടെ. എപ്പോഴും നമ്മളങ്ങനെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ, അവർ നമ്മുടെ പുറകെ വരട്ടെന്നേ. മിത്ര ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അത് ശരിയാണല്ലോ, അത് നല്ലൊരു ഐഡിയ ആണല്ലേ. ആ ഐഡിയ ഞാനിവിടെ ഒന്ന് പരീക്ഷിച്ചാലോ? സേറ സംശയത്തോടെ അവളോട് ചോദിച്ചു. പരീക്ഷിക്കാൻ പോയിട്ട് അവസാനം നിനക്ക് പണി കിട്ടാതിരുന്നാൽ മതി. മിത്ര ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എനിക്കോ പണിയോ? നീ എന്താ ഈ സേറാമ്മയെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ അഭിനയ കുലപതിയല്ലേടി. നീ കണ്ടതല്ലേ എൻ്റെ പനിയുടെ അഭിനയം.
സിനിമാ നടികൾ അഭിനയിക്കുമോ ഇതുപോലെ? അവൾ സ്വയം അവളെ തന്നെ പൊക്കിക്കൊണ്ട് പറഞ്ഞു. ഉവ്, ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, ഗിരിയേട്ടനല്ല ക്രിസ്റ്റി ചേട്ടൻ സ്പോട്ടിൽ കണ്ടുപിടിക്കും അത് നിന്റെ അഭിനയമാണെന്ന്. മോള് പനിയുടെ അഭിനയം നടത്തിയത് കണ്ടുപിടിച്ചത് ഓർമ്മയുണ്ടല്ലോ? മിത്ര അവളെ ഓർമ്മിപ്പിച്ചു. അത് ശരിയാ നീ പറഞ്ഞത്. ആ കാലിനെൻ്റെ കള്ളത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കും. അതെന്താണോ എന്തോ. അവൾ നഖം കടിച്ചു. അതുകൊണ്ട് നീ കൂടുതൽ അഭിനയം നടത്താതിരിക്കുന്നേ നല്ലത്, മിത്ര ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എടി പിന്നെ ഇന്നലെ ഞങ്ങൾക്കിടെ വേറൊരു സംഭവം ഉണ്ടായി, സെർ നഖം കടിച്ചുകൊണ്ട് നാണത്തോടെ പറഞ്ഞു. അതെന്താടി? മിത്ര സംശയത്തോടെ അവളോട് ചോദിച്ചു. അതൊക്കെ പറയാം, പക്ഷെ ഇപ്പം പറ്റില്ല. കാലിനിപ്പോൾ കുളിച്ചിട്ട് നേരിട്ട് കാണുമ്പോൾ ഞാൻ പറയാം, സെർ അവളോട് പറഞ്ഞതും അവൾ ഓക്കെ പറഞ്ഞു. എടി പിന്നെ ഗിരിയേട്ടൻ അവിടെ വരുവാണെങ്കിൽ ഞാനീ പറഞ്ഞോന്നും നീ ഗിരിയേട്ടനോട് ചോദിക്കരുത്. മാത്രമല്ല ഞാനിതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നൊരു സംശയം തോന്നരുത് കേട്ടോ. നീ ഒന്നും അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഇരുന്നാൽ മതി, അവൾ ഓർമ്മിപ്പിച്ചു. ഡീൽ, സേറയും തിരികെ പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം കൂടി പറയാനാ. എന്താടി? സേറ സംശയത്തോട് ചോദിച്ചു. നാളെ എൻ്റെ ഒപ്പം കടയിലൊന്ന് വരണേ, കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട്. ക്രിസ്റ്റി ചേട്ടൻ നിന്നെ വിടുവോ? അവൾ സംശയത്തോട് ചോദിച്ചു. അതിനിപ്പോൾ എന്താ, ഞാൻ വരാടി, നീ വെച്ചോ. എന്തായാലും ഞാൻ അങ്ങേരുടെ മുന്നിലൊന്ന് അഭിനയിച്ച് നോക്കട്ടെ. അങ്ങേരൻ്റെ പുറകെ വരുമോയെന്ന് അറിയാലോ. എന്നോട് ഇഷ്ടമില്ല, സ്നേഹമില്ല, പ്രണയമില്ല എന്നൊക്കെയാ കാലം പറയുന്നത്. അത് സത്യമാണോ കള്ളാണോ എന്ന് എനിക്കൊന്ന് അറിയണം. സേറ എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞു. പണി കിട്ടല്ലേ? മിത്ര വീണ്ടും ഓർമ്മിപ്പിച്ചു. ഇല്ലടി, അങ്ങേര് ഒരിക്കലും ഇതൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. സേറയോടാ കളി, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവളോട് ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. സേറ ഫോൺ വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞതും തന്നെ നോക്കി മാറിൽ കൈകൾ കെട്ടി നിൽക്കുന്ന ക്രിസ്റ്റിയാണ് കണ്ടത്. ഇത് കണ്ടതും അവൾ ഉമിനീരിറക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാൻ പെട്ടു, അവൾ സ്വയം പറഞ്ഞു. അവൻ കപടദേഷ്യത്തോടെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അത് കണ്ടതും അവൾ അവനെ നോക്കി നല്ലതുപോലെ ഒന്ന് ഇളിച്ചു കാണിച്ചു. എന്താ ഇച്ചായ, കുളിച്ചില്ലേ? അവൾ സർവ്വനിഷ്കളങ്കതയും മുഖത്ത് വാരി വിതറി സംശയത്തോടെ അവനോട് ചോദിച്ചു. ആരായിരുന്നു ഫോണിൽ? അതിനുത്തരം പറയാതെ അവൻ മാറിൽ കൈകൾ കെട്ടി പുരികം പൊക്കി തിരികെ അവളോട് ചോദിച്ചു. അത് എൻ്റെ ഫ്രണ്ടായിരുന്നു, കോളേജിലെ. കുറേ ദിവസമായി അവൾ വിളിച്ചിട്ട്. അങ്ങനെ വിളിച്ചതാ. അവൾ പെട്ടെന്നൊരു കള്ളം പറഞ്ഞു. ഓഹോ, നിന്റെ ഫ്രണ്ടിൻ്റെ പേര് മിത്ര എന്നാണോ? അവൻ കപട ദേഷ്യത്തോടെ അവളെ നോക്കി പുരികം പൊക്കി ചോദിച്ചതും സേറ പെട്ടെന്ന് വല്ലാതെയായി. പറയ്, ആണോ? അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഇച്ചായ. അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് തന്നെ നടന്നു. അവൾ അവസാനം ഭിത്തിയിൽ തട്ടി നിന്നു. എന്നു മുതലാണ് നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയത്? അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഇരു കൈകൾ കൊണ്ടും അവളെ ലോക്ക് ചെയ്തുകൊണ്ട് ചോദിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നതും അവളാണെങ്കിൽ അവനെ നോക്കാതെ മുഖം മാറ്റി. സെറ, എന്നെ നോക്ക്, അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി. മിത്ര ആയിരുന്നോ നിന്നെ വിളിച്ചത്? അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. പിന്നെന്തിനാ നീ എന്നോട് കള്ളം പറഞ്ഞത്? അത് പിന്നെ അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു. എന്തിനാ അവളിപ്പോൾ വിളിച്ചത്? അവൻ വീണ്ടും സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് നാളെ അവളുടെ കൂടെ ഷോപ്പിലൊന്ന് പോവാൻ അവൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു, അതാ. അവൾ നിഷ്കളങ്കമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതിനുവേണ്ടി മാത്രമാണോ അവൾ വിളിച്ചത്? അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു. അതിനുവേണ്ടി തന്നെയാണ് വിളിച്ചത്, വേറൊന്നും പറഞ്ഞില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളുടെ രീതികൾ കണ്ടപ്പോഴേ മറ്റെന്തോ അവൾ തന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. മാത്രമല്ല കുറച്ചൊക്കെ അവൾ പറയുന്നത് അവനും കേട്ടിരുന്നു. നീ അവളോട് സ്വയം പൊക്കി സംസാരിക്കുന്ന കണ്ടല്ലോ. നീ എന്തോ അഭിനയ കുലപതിയാണെന്നോ എന്തോ പരീക്ഷിക്കാൻ പോവുകയാണെന്നൊക്കെ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചതും അവൾ ഞെട്ടിപ്പോയി. അവൻ എല്ലാം കേട്ടിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും ഇത്ര പറഞ്ഞത് ഇപ്പോൾ അവനോട് തുറന്നു പറഞ്ഞാൽ അവനത് ഗിരിയേട്ടനോട് ചെന്ന് പറയുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ പറഞ്ഞ ഒന്നും അവനോട് പറയണ്ട എന്ന് സെറയ്ക്ക് തോന്നി. എന്താ നിന്റെ പുതിയ അടവ്? എന്താ അഭിനയാണ് നീ എൻ്റെ മുമ്പിൽ അടുത്തതായി കാഴ്ചവെക്കാൻ പോകുന്നത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇച്ചായൻ കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാനെന്ത് പരീക്ഷിക്കാൻ? ഞാൻ എന്തിനാ ഇച്ചായൻ്റെ മുന്നിൽ അഭിനയിക്കുന്നത്? അവൾ നിഷ്കളങ്കത മുഴുവൻ വാരി വിതറി അവനെ നോക്കി ചോദിച്ചു. കൂടുതൽ അങ്ങ് പാവത്തരം കളിക്കല്ലേ സേറ. നീ അത്ര പാവമൊന്നുമല്ലെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെന്തിനാ നീ എൻ്റെ മുമ്പിൽ നിന്നിങ്ങനെ അഭിനയിക്കുന്നത്? അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. ഇച്ചായൻ അതിനെ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്തിനാ? അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനെ തടഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്കും അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ചിരിക്കുന്ന കൈയിലേക്കും നോക്കി. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവൾ പതിയെ കൈകൾ എടുത്തു. അവൾ കൈകൾ അവൻ്റെ നെഞ്ചിൽ നിന്നും എടുത്തതും അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈച്ചുറ്റി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു.
പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നതും അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. സത്യം പറ, നീ എന്ത് പരീക്ഷിക്കുന്ന കാര്യം അവളോട് കുറച്ചു മുമ്പേ പറഞ്ഞത്? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് അവൾ എന്തോ പറയാനായി തുടങ്ങിയതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ മെനഞ്ഞെടുക്കുന്ന കള്ളത്തരമല്ല എനിക്ക് കേൾക്കേണ്ടത്. എന്തായിരുന്നു നിങ്ങൾ സംസാരിച്ചത്? എന്താ നിനക്ക് അറിയേണ്ടത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇവനോട് പറഞ്ഞാൽ ഇവൻ ഗിരിയോട് ചെന്ന് പറയുമെന്നും അതും ഇത്ര അറിയുമെന്നും അവൾക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനെ ഒന്നും അറിയിക്കേണ്ട എന്ന് കരുതി. എന്നാൽ അത് അവളെ കൊണ്ട് അവൻ എങ്ങനെയെങ്കിലും പറയിപ്പിക്കുമെന്നും അവൾക്ക് അറിയാമായിരുന്നു.